ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി കൊടുക്കണം. ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടല്ല, ഒരു പൊതിരുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കണം. ഇനി അത് നന്നായി ഓരോന്നായിട്ട് എടുത്തിട്ട് പിഴിഞ്ഞ് കൊടുക്കണം. നന്നായി ഇതുപോലെ കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ട് പിഴിഞ്ഞ് കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേപോലെ തന്നെ 5 മുട്ട എടുക്കണം. 5 ബ്രെഡിന് 5 മുട്ട എടുക്കണം. എന്നിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണേ, നോമ്പ് സമയമല്ല, അതുകൊണ്ടാണ്. 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് ക്രഷാക്കിയത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ മല്ലി പൊടിച്ചത് ഇട്ട് കൊടുക്കണേ. ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കി കൊടുത്തത്, ഒരു 3 പച്ചമുളക് ചെറിയ പീസാക്കിയത്, കുറച്ച് മല്ലിയില ചെറിയ പീസാക്കിയത്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് മൊത്തത്തിൽ നന്നായി മിക്സാക്കി കൊടുക്കണം, നന്നായി കുഴച്ചെടുക്കണം. ഇനി അതിൽ നിന്ന് ഓരോ ഉരുളി എടുക്കാം. ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്രെഡ് പൊടിച്ചതിലേക്ക് മുക്കി കൊടുക്കണം. മുട്ടയിലൊന്നും മുക്കേണ്ട ആവശ്യമില്ല. ബ്രെഡ് പുതിർത്തി കൊടുത്തിട്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് നല്ല നനവ് ഉണ്ടാവും. മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ എണ്ണ ഈ നിറമായത് ഒരു ബ്രെഡിൻ്റെ സ്നാക്സ് ഉണ്ടാക്കിയിനി, അതുകൊണ്ടാണ്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കണം. ഇത് ചൂടോടുകൂടി കഴിക്കാൻ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവൂ. ചൂടില്ലാതെ കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതെന്തായാലും തുറന്ന് പറയാം. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണേ. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.